ഒനീലിനെയും ജിസേലിനെയും ഒന്നിപ്പിക്കാൻ നോക്കുകയാണ് അക്ബർ. ജിസേൽ അതിന് നിന്ന് കൊടുക്കുന്നുണ്ട്. ജിസേൽ തന്നെയാണ് തുറന്നു പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു മല്ലു ഗൈനെ ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ഡേറ്റ് ചെയ്യും, എനിക്കതിന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു മല്ലു ഗൈനെ ഇതുവരെ ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു മല്ലു ഗൈനെ ഡേറ്റ് ചെയ്യണമെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും ജിസേൽ ആദ്യം തുറന്നു പറഞ്ഞേ. ഇത് കേട്ട നെവിനും അക്ബറും ഞെട്ടി, ചെറുതായിട്ടൊന്ന് ഞെട്ടി. എന്നിട്ട് ജിസേലിൻ്റെ വയസ്സ് ചോദിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടെ ബിഗ് ബോസിൽ നിന്ന് തന്നെ അക്ബർ സെലക്ട് ചെയ്തിട്ട് പറയുകയാണ് ഒനീൽ എങ്ങനെയുണ്ട്, ഒനീൽ ആൾ കൊള്ളാലോ. അപ്പോൾ ഒനീലിനെ പറ്റി അക്ബർ ഇങ്ങനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഒനീൽ നന്നായിട്ട് കുക്ക് ചെയ്യും, ഒനീൽ ഒരു അഡ്വക്കേറ്റാണ്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ഒനീലിനെ പറ്റി അക്ബർ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നെവിൻ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. നെവിൻ ജിസേലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല നിന്നെ ഒരു മല്ലു ഗൈനെ കൊണ്ട് ഡേറ്റ് ചെയ്യിക്കാൻ. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീ എന്ത് വേണേൽ കാണിച്ചോ, പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ച് ഒരു കാരണവശാലും ലവ് ട്രാക്കിൽ ഒരുത്തനെ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നീ ഇനി ഒരു കാരണവശാലും ഒനീലിനോട് പോയി സംസാരിക്കുന്ന കാണില്ല. നിനക്ക് എന്തെങ്കിലും ഒനീലിൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ നീ ആദ്യം എൻ്റെ അടുത്ത് പറയുക, ഞാൻ ചെന്ന് ഒനീലിൻ്റെ അടുത്ത് പറയും. അതുകൊണ്ട് എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല ജിസേലെ, നീ ഒനീലിനെ നോക്കുകയേ വേണ്ട എന്നാണ് നെവിൻ പറയുന്നത്. പക്ഷേ അക്ബർ അങ്ങനെയല്ല. അക്ബർ പറയാണ്, എടാ ഒരു ജീവിതം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ അവൾക്ക്, നിനക്കെന്താടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നെവിൻ ഉറച്ച സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഇല്ല പറ്റില്ല, ഞാൻ സമ്മതിക്കുകയില്ല, ഇതിനെന്തായാലും ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ കൂടെ നിൽക്കുന്നത്രയും കാലം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൽ അങ്ങോട്ട് ലവ് ട്രാക്ക് ഇവിടെ ഓടിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് നെവിൻ ജിസേലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരു കാരണവശാലും നീ ഒരു മല്ലു ഗൈനെ ഇവിടെ വെച്ച് നീ ഡേറ്റ് ചെയ്യില്ല എന്ന് നെവിൻ വാശി പിടിക്കുകയാണ്. പക്ഷേ നെവിൻ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അക്ബർ വീണ്ടും തുടങ്ങുന്നുണ്ട്, ഞാൻ ചെന്ന് പറയാം, ഞാൻ ഒനീലിൻ്റെ അടുത്ത് ചെന്ന് പറയാം, ഞാൻ സെറ്റാക്കി തരാമെന്ന് അക്ബർ പറയുന്നുണ്ട്. ജിസേൽ ലവ് ട്രാക്ക് കളിക്കാമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തേയാണ് വന്നിരിക്കുന്നത്, അത് ഓൾറെഡി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.